ഹായ്, എൻ്റെ പേര് നിരീഷ് മഞ്ചൂരി. ഞാൻ ഒരു അർജന്റ് കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഗൂഗിൾ പേ, ഫോൺ പേനെ കുറിച്ചിട്ടാണ്. കാരണം എനിക്ക് കടയുണ്ട്, ഞാൻ കടയിൽ തന്നെ സംസാരിക്കുന്നു, പെട്ടെന്ന് പറഞ്ഞ അവസാനിക്കും. അപ്പം നമ്മൾ എല്ലാവരും പറഞ്ഞ് ഗൂഗിൾ പേ അല്ല ഫോൺ പേ എടുക്കും. ഫോൺ പേയും ഗൂഗിൾ പേയും എടുത്തിട്ട് നമ്മൾ ഒരു 1500 രൂപ കച്ചവടം നടന്നു വിചാരിക്കും ഒരു ദിവസം. അല്ലെങ്കിൽ ഒരു 2000 രൂപ കച്ചവടം നടത്താൻ നമുക്കറിയില്ല എത്ര രൂപ കച്ചവടം നടന്നു. സിഗരറ്റ് 6 രൂപ അങ്ങനെ ചെറിയൊരു സംഭവമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ബാങ്കിലേക്കാണ് പോകുന്നത്. നമ്മുടെ കയ്യിൽ കാശായിട്ട് കിട്ടുന്നില്ല. അപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് 1500 രൂപ കച്ചവടം കിട്ടണമെങ്കിൽ അവിടെ കാണിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ 500 രൂപ ഉള്ളൂ ഒരു ദിവസം കിട്ടിയിട്ടുള്ളത്. ബാങ്കുകാർ 1000 രൂപയാണ് അടിച്ചു മാറ്റുന്നത്. അത് ഇന്ത്യയിലെ 130 കോടി പാവങ്ങളെയും അവർ പറ്റിക്കുന്നുണ്ട്, കേരളത്തിലും പറ്റിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ നിർത്തി. അപ്പം നമുക്ക് വേറെ കടകളിൽ ബിസിനസ്സുകാരെയാണ് അവർ പറ്റിക്കുന്നത്. സാധാരണ ജോലി ശമ്പളം കിട്ടുന്ന ആൾക്കാരെ പറ്റിയിട്ടുണ്ട്. ഇപ്പം എത്ര പൈസ ഉണ്ടെന്ന് അറിയുന്ന ആൾക്കാരെ ബാങ്കുകാർ അടിച്ചു മാറ്റുന്നില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ 30 രൂപ എടുക്കുന്നത് വേറെ. അപ്പം പരമാവധി എല്ലാവരും ഗൂഗിൾ പേയും ഫോൺ പേയും ഉപേക്ഷിക്കുക. കാരണം ഇപ്പൊ സാധാരണ കടക്കാരായാലും ഇപ്പൊ നമ്മുടെ കരിമ്പൻ ജ്യൂസ് അങ്ങനത്തെ കടക്കാരൊന്നും ഇപ്പൊ വിജയിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ മൊത്തം പാവങ്ങള്. അപ്പൊ ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഇപ്പൊ നമുക്കുണ്ടായ അനുഭവം കനറ ബാങ്ക് അങ്ങനെ ബാങ്കുകളിലാണ്. അതൊന്നും പറയുന്നത് ബാങ്കുകാർ കുറ്റം പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രശ്നം പറഞ്ഞാൽ തന്നെ നമുക്ക് എഴുതി വെക്കണം. എഴുതി വെച്ച് ഇന്ന കച്ചവടം കിട്ടുന്നിട്ട് അവിടെ പോയി എവിടെ പോയിട്ട് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. ബാങ്കിനെതിരെ പറ്റില്ല. അപ്പൊ ഞങ്ങളിതൊക്കെ നിർത്തി. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ തുടർന്നു. നിങ്ങളുടെ കയ്യിൽ എത്ര കാശുണ്ടെങ്കിലും അത് ഇപ്പൊ നമുക്കൊരു 5000 രൂപ ഈ സാധാരണ ഇപ്പൊ തുണിമില്ലായാലും പെട്രോൾ പമ്പിൽ കുഴപ്പമില്ല എന്നുണ്ട്. അങ്ങനെ ഈ ബിസിനസ്സുകാരുടെ അടുത്ത് മാത്രമാണ് ഇവർ ഈ പരിപാടികളുള്ളത്. ബാങ്കുകാർ ഏത് ബാങ്കുകാരും ഇന്ത്യ മൊത്തം നടക്കുന്ന പരിപാടിയാണ്. അപ്പൊ പരമാവധി ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഉപേക്ഷിക്കുക. ശരി, അപ്പൊ നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു കേട്ടോ. ശരി, നമ്മളിതൊക്കെ നിർത്തി. അപ്പൊ നമുക്ക് പിന്നെ ബാങ്കിൽ പോകുന്നത് വേറെ അധികം പറഞ്ഞ് ബോറടിപ്പിക്കില്ല. പരമാവധി സ്ഥലത്ത് എത്തിക്കും. കാരണം 130 കോടി ജനങ്ങളും അതിൽ 100 കോടി ജനങ്ങള് ബിസിനസ്സുകാർ. കേരളത്തിലാണെങ്കിൽ 3 കോടിയിൽ 1 കോടി ആൾക്കാർ ഈ പാവങ്ങളാണ്. ഈ കട നടത്തുന്നത്, കരിമ്പൻ ജ്യൂസ്, ഹോട്ടലിൽ വീട്ടില് അവർക്ക് അത്രയ്ക്ക് കച്ചവടം കിട്ടുന്ന അവർക്ക് എഴുതി വെക്കാനൊന്നും പറ്റില്ല. അപ്പൊ അവരൊക്കെ ബാങ്കുകാർ പറ്റിക്കൊണ്ടിരിക്കും. ബാങ്കുകാർ കോടീശ്വരന്മാരായി കൊണ്ടിരിക്കുക. അത് എന്തായാലും ടെക്നിക്കെന്ന് അറിയില്ല. അപ്പൊ ഇതിന് പ്രതിവിധിയൊന്നുമില്ല. നമുക്ക് വരണത് വേണം കേട്ടോ. നമ്മൾ എന്തായാലും